നമസ്തേ. ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷം പിറന്നിരിക്കുന്നു. ഒരു പുതിയ നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. കൊല്ലവർഷം 1206 ആണ്ട് പിറന്നിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം, അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ഈ ചിങ്ങമാസത്തിൽ സൂക്ഷിക്കേണ്ട ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ആരോഗ്യപരമായി കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം. ജീവിതശൈലി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മുറിവുകൾ, രക്തസമ്മർദ്ദം, ബാക്ക് പെയിൻ എന്നിവ അലട്ടാം. അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാഹനം അപകടത്തിൽപ്പെടുവാനോ ശരീരത്തിൽ മുറിവ് പറ്റുവാനോ യോഗം കാണുന്നുണ്ട്. അതുപോലെ ബന്ധുജനങ്ങളുമായി അകൽച്ച ഉണ്ടാകുവാനും മാതാവിന് അസുഖങ്ങൾ വന്നുള്ള മനക്ലേശമുണ്ടാകുവാനും യോഗം കാണുന്നു. അപകടങ്ങൾ ഒഴിവാക്കുവാനായി ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം ചുവന്ന പട്ട് നൽകുക, നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു നക്ഷത്രമാണ് പൂയം. കർമ്മപരമായ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ് പൂയ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം. സെപ്റ്റംബർ ആദ്യവാരം മുതൽ കർമ്മരംഗത്ത് അപകീർത്തി, അലസത, കർമ്മത്തിന് തടസ്സങ്ങൾ, കർമ്മം നഷ്ടപ്പെടേണ്ട അവസ്ഥ എന്നിവ ഉണ്ടാകാം. അപകടം പിടിച്ച യാത്രകൾ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചേക്കാം. കാര്യങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടാം. യാത്രാ തടസ്സം ഉണ്ടാകാം. പരിഹാരമായി അയ്യപ്പന് എള്ളുതിരി പായസം വഴിപാടുകൾ നടത്തുക. മകൻ നാളുകാർക്കും ചിങ്ങമാസം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പകർച്ചവ്യാധികൾ, ശരീരവേദന, കാഴ്ചക്കുറവ്, കണ്ണിന് ചില അസുഖങ്ങൾ എന്നിവ അനുഭവപ്പെടാം. എല്ലാ കാര്യങ്ങൾക്കും വിഘ്നമുണ്ടാകാം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. അത് കുടുംബജീവിതത്തിലെ സ്വസ്ഥത കുറക്കാം. ശിവന് ജലധാര, പിൻവിളക്ക്, കൂവളമാല വഴിപാടുകൾ നടത്തുക. ചോതി നക്ഷത്രക്കാർക്കും ചിങ്ങമാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അകാരണമായ മാനസിക ടെൻഷൻ അനുഭവപ്പെടാം. ധനച്ചിലവ് കൂടും. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകും. സ്വജനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകുകയും അതുമൂലം മാനസിക ക്ലേശം ഉണ്ടാകുകയും ചെയ്യാം. മറ്റുള്ളവരിൽ നിന്ന് അപകീർത്തി, അപമാനം എന്നിവ ശ്രദ്ധിക്കുക. പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, പാൽപ്പായസം വഴിപാട് നടത്തുക. അവിട്ടം നാളുകാർക്ക് ചിങ്ങമാസം ശ്രദ്ധിക്കേണ്ട മാസമാണ്. മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടം എന്നിവ ഉണ്ടാകാം. കർമ്മസ്ഥാനത്ത് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുക. വാതസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, കാലിന് പരിക്ക്, വീഴ്ച എന്നിവ ശ്രദ്ധിക്കുക. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം, പായസം, ശ്രീകൃഷ്ണനെ പാൽപ്പായസം, പുഷ്പാഞ്ജലി വഴിപാടുകൾ നടത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.